നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15. അങ്ങനെ ഇന്നലത്തെ ശക്തമായ നഷ്ടത്തിന് ശേഷം ഇന്ന് ഒത്തിരിയേറെ ഫാക്ടേഴ്സ് വിപണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായി നിന്നെങ്കിൽ കൂടിയിട്ടും നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നേരിയതാണെങ്കിലും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല നിഫ്റ്റിക്ക് ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും നേരിയതാണെങ്കിലും ഉയർന്ന തോതിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാനും എന്നാൽ ഒരു പരിധിവരെ ഇന്നത്തെ നേട്ടങ്ങൾ ചോർന്നു പോകുവാനും ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. നിഫ്റ്റിയിലൊക്കെ ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും രാവിലെ 10 മണിയോടുകൂടി 24,200 എന്ന ലെവൽ മറികടന്നെങ്കിലും ഉടനടി തന്നെ റെസിസ്റ്റൻസും നേരിട്ടു. എങ്കിലും പിന്നീട് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും 24,000 എന്ന ലെവൽ ഇന്നും നിഫ്റ്റിക്ക് ഡിഫെൻഡ് ചെയ്യുവാനായി ഈ ലെവലിന് തൊട്ടു മുകളിലായിട്ട് സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. തുടർന്ന് 26 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിനും 130 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് അതേസമയം 295 പോയിന്റുകളുടെ അഥവാ 0.5% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1616 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1353 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ PSU ബാങ്ക്, ഫിനാൻഷ്യൽ, ബാങ്കിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫാമ തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ IT, മെറ്റൽ, FMCG, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്നലെ ഉണ്ടായ ശക്തമായ ഉയർച്ചയ്ക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 26 പൈസയുടെ നഷ്ടത്തോടുകൂടി 96.46 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നതും. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഏത് എനർജിയുടെ അതായത് അസോസിയേറ്റ് കമ്പനിയായ ഹീറോ മോട്ടോർ കോർപ്പ് 1000 കോടി രൂപയുടെ നിക്ഷേപം കമ്പനിയിൽ നടത്തുമെന്ന്. ഈ വാർത്ത ഇന്ന് പുറത്തു വന്നതിനെ തുടർന്ന് സ്റ്റോക്കില് 9% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. കൂടാതെ നമ്മൾ ടാറ്റ എൽഎക്സയുടെ Q1 ഏർണിംഗ്സുകളും ഇന്ന് സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 23% ഇടിവ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ന് സിംഗിൾ ഡേയില് 23% ലോവർ സർക്യൂട്ട് ആണ് സ്റ്റോക്കിൽ അനുഭവപ്പെട്ടതും തൽഫലമായി സ്റ്റോക്ക് അതിന്റെ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. കാരണം കോവിഡിന് ശേഷമായിരുന്നു സ്റ്റോക്ക് അതിന്റെ ചരിത്രത്തിലെ ശക്തമായ കുതിച്ചുചാട്ടം നടത്തിയത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് സ്റ്റോക്ക് വീണ്ടും ശക്തമായ ഇടിവ് നേരിടുന്നതും. 1.5% അഥവാ 195 കോടി രൂപ മൂല്യം വരുന്ന ബ്ലോക്ക് ഡീൽ ഇന്ന് പതഞ്ജലി ഫുഡ്സിൽ സംഭവിച്ചതിനാലാണ് ഇൻട്രാഡേ ബേസിസിൽ ഇന്ന് സ്റ്റോക്കിൽ 17% ഇടിവ് അനുഭവപ്പെട്ടത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് സർപ്രൈസ് ആയിട്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് ശക്തമായ ഒരു നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായിരുന്നു. ആയതിനാൽ ഇൻഫ്ലേഷൻ കുറയുന്നത് വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഡോവിഷ് ആയിട്ടുള്ള സ്റ്റാൻസ് ഫെഡിന്റെ ഭാഗത്ത് നിന്നും വരുന്നത് തടയുവാൻ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ട ഡാറ്റ സഹായിക്കുമെന്നുള്ളതിനാൽ തന്നെ അത് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ വളർത്തിയത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനും ഗുണം ചെയ്തത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ 24 മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുന്നേ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഹോർമോസിലുള്ള 20% ടോള് എന്ന പ്രസ്താവനയെ പിൻവലിച്ചുകൊണ്ട് ഇറാൻ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഹോർമോസില് അവരുടെ കപ്പലുകൾ കടത്തിവിടുമെന്നുള്ള ട്രംപിന്റെ പ്രസ്താവനയും കൂടാതെ നമ്മൾ കണ്ട പോലെ തന്നെ US-ലെ ഫേമുമായിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയും തുടർന്ന് ഇന്ന് ഗ്ലോബൽ ക്യൂസും ശക്തമായി തന്നെ സ്ട്രോങ് ആവുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസ് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിൽ പ്രകടമല്ലെങ്കിലും ഏഷ്യൻ മാർക്കറ്റ്സിൽ വളരെ വ്യക്തവുമായിരുന്നു. എസ്പെഷ്യലി ട്രംപിന്റെ ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള 20% ടോളിൽ നിന്നുള്ള പിന്മാറ്റത്തെ തുടർന്ന് $89 എത്തിച്ചേർന്ന എണ്ണയുടെ വില വീണ്ടും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും കൂൾ ഓഫ് ആയിക്കൊണ്ട് 85 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നതും ഇന്ന്
ഇന്ന് മാർക്കറ്റിന് ഗുണം ചെയ്തു. ഇതിനു പുറമെ യുഎസിലെ സെനറ്ററിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രഖ്യാപനം വന്നു. അതായത് റഷ്യയുമായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുഎസിന്റെ ഉപരോധം മറികടന്നുകൊണ്ട് ചൈനയും ഇന്ത്യയും റഷ്യയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരത്തെ തുടർന്ന് 500% എന്ന താരിഫിൽ നിന്നും റഷ്യയുമായിട്ട് ഓയിലിന്റെയും ഗ്യാസിന്റെ ബിസിനസ് ചെയ്യുന്ന ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100%ത്തിലേക്ക് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പ്രപ്പോസൽസ് ആണ് യുഎസ് സെനറ്റർ പ്രസ്താവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഭയങ്ങൾക്ക് ഒരു പരിധി വരെ ഇന്ന് ആശ്വാസം ലഭിച്ചതും, കൂടാതെ ഇന്നലെ യുഎസിൽ നിന്നും സർപ്രൈസ് ആയിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് അത് ബാങ്കിംഗ് മേഖലയ്ക്ക് ഇന്ന് കരുത്ത് പകരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ഫെഡറൽ റിസർവിന്റെ ഭാഗത്ത് നിന്നും അഗ്രസീവായിട്ടുള്ള പോളിസികളൊന്നും ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാനുള്ള സാധ്യതകൾക്ക് ഇത് മങ്ങലേൽപ്പിച്ചതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പ്രതിഫലനം എന്ന വണ്ണം ഇന്ന് ഇന്ത്യ വിക്സില് ഇൻട്രാഡേ ബേസിസിൽ 4% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും 3.49% ഇടിവോടുകൂടി 13.27 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇന്ന് ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട ഇടിവും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. അതേസമയം പ്രോഫിറ്റ് ബുക്കിംഗും യുഎസും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളെയും തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് അതിന്റെ അത്യുന്നതിൽ നിൽക്കുന്ന സാഹചര്യമായതിനാൽ തന്നെയും ഇതിനെല്ലാം പുറമെ ടെക്നിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും ഇത് നമ്മുടെ മാർക്കറ്റിനെ പിന്തുണച്ചില്ല. അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇന്നത്തെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോകുവാനും ഇടയാക്കിയത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം $68. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 0.25%, ജർമ്മൻ മാർക്കറ്റ് 0.25% നഷ്ടത്തിലാണ് ട്രേഡിംഗ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ചൈനീസ് മാർക്കറ്റിന് മാത്രമേ 0.5% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നുള്ളൂ. ബാക്കി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തിൽ തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഓയിലിന്റെ വിലയില് രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഉയർച്ച അനുഭവപ്പെടുന്നില്ല. ബ്രെന്റ് ക്രൂഡിന്റെ വില 85.65 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില 80.21 എന്ന നിലയിലും ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് തന്നെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾഡിന്റെ വിലയിൽ 0.5% ഇടിവും അനുഭവപ്പെടുന്നുണ്ട്, ഏകദേശം $26 $427.80 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡില് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കുസുംഗർ ഇന്ന് സ്റ്റോക്ക് NSEയിലും BSEയിലും മെയിൻ ബോർഡിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. IPO പ്രൈസിൽ നിന്നും 37% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി പിന്നീട് സ്റ്റോക്കിന് വീണ്ടും റാലി രേഖപ്പെടുത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് ടോട്ടലി ഒരു 44% ഉയർച്ച ഇന്ന് അനുഭവപ്പെടുകയും ചെയ്തു. ഭാരതി ഹെക്സാകോം 18 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 31 ആയിരിക്കും ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. കോൾഗേറ്റ് പാമോലീഫ് കമ്പനി അതിന്റെ Q1 ഏർണിംഗ്സുകൾ ജൂലൈ 29 റിലീസ് ചെയ്യും. കെസോൾവ്സ് ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 28%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 6.5% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 4 രൂപ പെർ ഷെയർ നിലയില് ഇൻട്രീം ഡിവിഡന്റും പ്രഖ്യാപിച്ചു. ICIC പ്രൂഡൻഷ്യൽ ലൈഫ് Q1 റിസൾട്ടില് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 28% വർധനവ് രേഖപ്പെടുത്തി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോഫിറ്റില് 30%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 10% വർധനവ് രേഖപ്പെടുത്തി. ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് നെറ്റ് പ്രോഫിറ്റില് 52%, ടോട്ടൽ ഇൻകത്തില് 30% വർധനവ് രേഖപ്പെടുത്തി. ഗ്രോ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 94%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 66% വർധനവ് രേഖപ്പെടുത്തി. HDFC AMC നെറ്റ് പ്രോഫിറ്റില് 12%, റവന്യൂവില് 14% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.